മീൻ നമ്മൾ പല രീതിയിൽ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? എങ്കിൽ ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചൂര മീൻ ഡ്രൈ ആക്കിയെടുത്ത് നല്ല വരട്ടിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്. ഉലുവയും പൊട്ടിച്ചു കൊടുത്ത് ഒരു മീഡിയം സൈസ് സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. ഈ ഓയിൽ ഒട്ടും കൂടുതലല്ല കേട്ടോ. വരട്ടിയെടുക്കണമെങ്കിൽ ഇത്രയും തന്നെ എണ്ണ വേണം, എന്നാലേ ഡ്രൈ ആയി കിട്ടും. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കൂടെ അരച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടെ അരച്ച് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാൻഡ് ചൂരയാണ് എടുക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പം കിട്ടുന്ന ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ക്യാനിൽ വെജിറ്റബിൾ ഓയിലിൽ സോക്ക് ചെയ്തിട്ടാവും ഇതുണ്ടാവുക. ഞാൻ യൂഷ്വലി ഈ ഓയിൽ കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ ഓയിലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനൊട്ടും സ്മെല്ലൊന്നുമില്ല, ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഈ ചൂര മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളിയുടെ പുളി തന്നെ മതി. ഇത് ലൈറ്റ് മീറ്റ് ആയതുകൊണ്ട് ഹാഫ് കുക്ക്ഡും ആയതുകൊണ്ട് തക്കാളിയുടെ പുളി തന്നെ മതി, എക്സ്ട്രാ പുളിയൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കണ്ടോ, കളർ മാറി നല്ല കറുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴും ഒരേപോലെ ആയാൽ റെഡി ആവില്ല.